ഒട്ടുമില്ല 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 അങ്ങനെ പറ്റിക്കപ്പെടേണ്ട സാഹചര്യമേ ഇല്ല. പാർട്ടി ഇതുവരെ നിർദ്ദേശിച്ചിട്ടില്ല. എനിക്ക് താല്പര്യമില്ല. അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ കോർപ്പറേഷൻ ഇലക്ഷന് മത്സരിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഇവിടുത്തെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ. അതുകൊണ്ട് ഞാനിവിടെ വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി 10 പേർക്ക് വേണ്ടി പ്രവർത്തിക്കാമെന്നതായിരുന്നു ആദ്യത്തെ കാര്യം. പിന്നെ എന്നെ മത്സരിക്കാനായിട്ട് പെട്ടെന്ന് പറയുമ്പോൾ വിസമ്മതിച്ച വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ 3 പ്രാവശ്യം വിസമ്മതിച്ചിട്ടും അവർ പറഞ്ഞത് വെറും കൗൺസിലറായിട്ടല്ല മത്സരിപ്പിക്കുന്നത്, ഒരു BJP പാർട്ടിയുടെ മുഖമായിരിക്കും ഇപ്രാവശ്യം ഞാൻ, എല്ലാവരെയും വിജയിപ്പിച്ചെടുക്കണം, അതുപോലെ മേയറായിട്ട് പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങളിങ്ങനെ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞത് ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇത്ര നേരമായി ഒരു പാർട്ടി ജയിച്ചു വന്നു. ഒരു സ്ഥലത്തും എക്കാലം ഇല്ലാതിരുന്ന ഒരു ചരിത്ര നേട്ടം ഭാരതീയ ജനതാ പാർട്ടി നഗരസഭയിൽ നേടിയെടുത്തു. അതിലൊക്കെയാണ് ഞാനിപ്പം ചാരിതാർത്ഥ്യവും സന്തോഷവും കണ്ടെത്തുന്നത്. എന്തെങ്കിലും തരത്തിൽ പിന്നീട് ഈ തീരുമാനം മാറുമ്പോൾ എന്തുകൊണ്ട് മാറിയെന്നുള്ളത് മാഡത്തെ ബോധ്യപ്പെടുത്തിയിരുന്നു? അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. പാർട്ടിയുടെ തീരുമാനമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പല തരത്തിലുള്ള സമന്വയ ചർച്ചകൾ വരാറുണ്ട്. അപ്പോൾ ഒരു ചർച്ച അവസാന സമയം വന്നപ്പോൾ ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസത്തേക്കുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. പക്ഷെ എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ഡേ ശനിയാഴ്ച ദിവസമാണെന്ന് തോന്നുന്നു അതിൻ്റെ ചർച്ചകൾ വന്നപ്പോൾ അന്നാണ് ഇങ്ങനെ എല്ലാ കൗൺസിലർമാരെയും വിളിച്ച് ചർച്ച ചെയ്തത്. ഒരു സമന്വയം ഉണ്ടാക്കണം, എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം എന്താണ്. അപ്പം എല്ലാവരോടൊപ്പം ഞാനും പറഞ്ഞു കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം എടുക്കുന്ന തീരുമാനം എന്താണോ അതിനോടൊപ്പം ഞാൻ നിൽക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് എടുത്ത തീരുമാനം അറിയിച്ചപ്പോൾ അതിന് മേയർ എന്ന് പറയുന്നത് വേറെ കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരാളാണ് മേയർ ആവേണ്ടത്. കുറച്ചുകൂടെ രാഷ്ട്രീയ പരിചയമുള്ള, കോർപ്പറേഷനിൽ ഇരുന്നിട്ടുള്ള, അനുഭവ സമ്പത്തുള്ള, എന്നെക്കാളും എനിക്ക് 1.5 വർഷമല്ലേ ആയിട്ടുള്ളൂ പാർട്ടിയിൽ. അപ്പോൾ കുറച്ചും കൂടെ 30 വർഷത്തോളം പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ച ഒരാളായിരിക്കും കുറച്ചുകൂടെ അഭികാമ്യം എന്നൊരു ചർച്ച ഉയർന്നു വന്നപ്പോൾ ഞാൻ അതിനെ അംഗീകരിക്കുമായിരുന്നു. അതിനകത്ത് എനിക്ക് നിരാശയോ നീരസമോ ഒന്നുമില്ല. ഞാൻ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചതാണത്. ഇങ്ങനെ ഒരു പരിഗണന ആദ്യം ഉണ്ടായിരുന്നു. അത് ഇലക്ഷന്റെ സമയത്തൊക്കെ അങ്ങനെ തന്നെ കേട്ടിരുന്നു. അതിനുശേഷം ഇങ്ങനെ മാറിയപ്പോൾ അതിനുള്ള കാരണം പാർട്ടിക്കുണ്ടായിരുന്നു എന്ന് തന്നെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. ഈ അവസാന നിമിഷം മാത്രമാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ സമന്വയ ചർച്ചയ്ക്കും പിന്നെ പാർട്ടിയുടെ നേതൃത്വം എടുത്ത തീരുമാനത്തിന്റെയും പുറത്താണ് അങ്ങനെ വി രാജേഷ് ആയിരിക്കും മേയർ എന്ന് പറഞ്ഞതും അംഗീകരിച്ചതും. എല്ലാവരും ചേർന്ന് അംഗീകരിക്കുമെന്നും ഞാനും അത് അംഗീകരിക്കും. ഒന്നും ഇല്ലെന്നേ, അതൊക്കെ നിങ്ങൾ പറയുന്ന കഥകളല്ലേ. അങ്ങനെ അവഗണിക്കപ്പെട്ടതായിട്ടോ അങ്ങനെ എന്താണ് ചതിച്ചതായിട്ടോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. അതല്ല ഉണ്ടായത്. അങ്ങനെയാണ് 10 സ്ഥാനാർത്ഥികളോടൊപ്പം പ്രവർത്തിച്ച് അവരെ വിജയിപ്പിക്കുക എന്നുള്ളതായിരുന്നു എന്റെ ആദ്യത്തെ ചുമതല. അതാണ് പെട്ടെന്ന് മാറിയിട്ട് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന ദിവസമാണ് എന്റെ പേര് വീണ്ടും 3ാമത്തെ പ്രാവശ്യം ഒന്നും കൂടെ പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഈ പ്രതികരണമല്ല ഞാനിപ്പോൾ പറയുന്നത്. ഞാൻ ഹാപ്പിയാണ്, സംതൃപ്തിയാണ്. ഞാൻ കൗൺസിലറായിട്ട് ഒരു 5 വർഷത്തേക്ക് ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നു. മോനെ, ഒരു അനുരഞ്ജനം വേണ്ടി വരുന്നത് എപ്പോഴാണ്? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ്. ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് അനുരഞ്ജനത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾ പറയുന്നു, വാർത്തകൾ പറയുന്നു. എനിക്കറിയില്ല അതിനെപ്പറ്റി. നിങ്ങൾ തന്നെ അതിന് മറുപടി പറയുന്നു. വാർത്തകൾ പത്രക്കാർ പറയുന്ന വാർത്തകളെ ഞാനും അറിഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഒരു വാർത്ത ഞാൻ കേട്ടിട്ടുമില്ല. എനിക്ക് അതിനെപ്പറ്റി അറിയുകയില്ല. പാർട്ടി ഇതുവരെ നിർദ്ദേശിച്ചിട്ടില്ല. എനിക്ക് താല്പര്യമില്ല. ചർച്ചകൾ ഒന്നും നടന്നിട്ടില്ല. എനിക്ക് വലിയ താല്പര്യം. എനിക്കിനിയിപ്പോ ഒരു മത്സരത്തിന് ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ല. കാരണം ഇതൊരു താഴെത്തട്ടിലുള്ള ഒരു അനുഭവം, ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കാനുള്ള ഏറ്റവും താഴത്തെ ഒരു അനുഭവം എനിക്ക് കിട്ടി എന്നുള്ളതിൽ ഞാൻ സന്തുഷ്ടയാണ്. ഇവിടുന്ന് തുടങ്ങി എന്നുള്ളതിൽ ഞാൻ ഹാപ്പിയാണ്. ഇനിയിപ്പോൾ ഈ ശാസ്തമംഗലം വാർഡ് ഞാനൊരു മെച്ചപ്പെട്ട വാർഡാക്കി മാറ്റിയെടുക്കട്ടെ 5 വർഷം കൊണ്ട്. അതാണ് എന്റെ താല്പര്യം. ഇതാണ് ചാരിതാർത്ഥ്യം. ഒട്ടുമില്ല അങ്ങനെ പറ്റിക്കപ്പെടേണ്ട സാഹചര്യമേ ഇല്ല. സാധാരണ നമ്മൾ കണ്ടുവരുന്നത് അതെന്താ അറിയോ, നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ, എനിക്ക് അങ്ങനെയല്ല. ചില സാധാരണ ജനങ്ങൾക്ക് ഇതുപോലെ പറ്റിക്കപ്പെട്ടു, ചതിക്കപ്പെട്ടു എന്നൊക്കെ ചിന്തിക്കാൻ പറ്റൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.